ദൈവത്തിന് മഹത്വം. യൂദായുടെ ലേഖന പഠന പരമ്പരയിൽ നമ്മൾ 11 വാക്യങ്ങളെ ഇതിനോടകം പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 12, 13 വാക്യങ്ങളെ ചേർത്ത് വായിക്കുകയാണ്. 12, 13 വാക്യങ്ങളിലെ ചേർത്ത് വായിക്കുമ്പോൾ യൂദാ അപ്പോസ്തലൻ ദൈവസഭയിൽ നുഴഞ്ഞു കയറുന്ന ദുരുപദേശകർക്കെതിരെ പറയുന്ന 5 ഉപമകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യൂദായുടെ അഗാധമായ ജ്ഞാനം, അഗാധമായ അറിവിനെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. 12, 13 വാക്യങ്ങൾ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തുരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. 5 ഉപമകളെയാണ് പറയുന്നത്. ഒന്ന്, ചുറ്റുപാട് സ്നേഹസദ്യകൾ സഭയ്ക്കകത്ത് തന്നെ പറയുകയാണ്. 2, ആകാശത്തിൽ പറക്കുന്ന കാറ്റുകൾ. 3, ഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങൾ. 4, വിശാലമായി കിടക്കുന്ന സമുദ്രം. 5, ഈ അറ്റ്മോസ്ഫിയറിക് ഹെവൻ അപ്പുറമായിട്ടുള്ള സോളാർ സിസ്റ്റത്തിലേക്ക്, ക്ഷീരപഥത്തിലേക്കൊക്കെ ഉള്ളതായിട്ടുള്ള കണ്ണെത്തി നോട്ടത്തിൽ കുറച്ചുകൂടെ സയൻറ്റിഫിക്കായിട്ടുള്ള ബഹിരാകാശ ഉപമ. ഇങ്ങനെ 5 തലത്തിലാണ് ഉപമ പറയുന്നത്. 1, മനുഷ്യരുടെ ഇടയിലുള്ള ഉപമ സദ്യ. 2, കാണുന്ന ആകാശത്തിലുള്ള ഉപമ കാറ്റും മേഘവും വെള്ളവും. 3, ഭൂമിയിൽ വളരുന്ന വൃക്ഷം. 4, സമുദ്രം. 5, ബഹിരാകാശം. ഇങ്ങനെ 5 മേഖലകൾക്കകത്തു നിന്ന് 5 ഉപമകളെടുത്ത് യൂദാശ്ലീഹ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈ 5 ഉപമകളെ കഴിയുമെങ്കിൽ ഇന്ന് നമുക്ക് ധ്യാനിച്ച് തീർക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് ധ്യാനിക്കാം. ഈ 5 ഉപമകളെ നമ്മൾ ഒത്തിരി ആഴമേറി പഠിക്കേണ്ട വിഷയമില്ല. യൂദാശ്ലീഹ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ 5 ഉപമകളെ ഇതിനായിട്ട് പറയുകയാണ്. പക്ഷേ ഇതിനകത്തെല്ലാം അദ്ദേഹം ഈ 5 സംഗതികളെ ഉപമയായിട്ട് എടുക്കുമ്പോൾ അതിന് തക്കതായ കാരണങ്ങൾ നമുക്കിതിനകത്ത് കാണുവാൻ കഴിയും. ഒന്നാമതായി പറയുകയാണ്, സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് പറയുകയാണ്. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. ഈ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, അത് വിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നവർ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും, ഇതൊരു 2 കോഴ്സ് ഫീസ്റ്റാണ്. അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് 2 സംഗതികളുണ്ട്. അന്ന് കർത്താവിൻ്റെ മേശ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ട് കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും? അവരൊരു സ്നേഹവിരുന്ന് സംഘടിപ്പിക്കും. സ്നേഹവിരുന്ന് കഴിഞ്ഞിട്ട് ഇവർ കർത്താവിൻ്റെ മേശയിൽ നിന്നും പങ്കുകൊള്ളും. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണാം. അപ്പോൾ ഈ സഭയ്ക്കകത്ത് തന്നെയാണ് ഇവർ ഉള്ളത് എന്ന് പറയുകയാണ്. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടന്നിട്ട്, സ്തോത്രം, അവർ നിങ്ങളുടെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, ഇത് പുറത്തുള്ള ആളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇത് സഭയ്ക്കകത്ത് തന്നെയുള്ള ആളാണ്. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, അത് കഴിഞ്ഞ് നിങ്ങളോടുകൂടെ ഇരുന്ന് തങ്ങളെ തന്നെ തീറ്റുന്നവർ. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്നതോ കല്യാണത്തിന് പോയി കഴിക്കുന്നതോ അല്ല പറയുന്നത്, ഇത് സഭയുടെ വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. 2 കോഴ്സ് ഫീസ്റ്റ്. ആദ്യം എല്ലാവരും കൂടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ദൂരെ നിന്ന് യാത്ര കഴിഞ്ഞ് വന്ന് എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുന്നു. അപ്പോൾ ഇത് 2ലും പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ സഭാവിശ്വാസികൾക്കകത്ത്, ആത്മീയരെന്ന് പറയുന്നവരുടെ ഇടയിൽ, ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ ഈ ദുരുപദേശകർ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത് പറയുന്നത്, സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഭയമില്ല, ഒരു കുറ്റബോധമില്ല. ഇവരെന്താക്ഷേപിച്ചാലും, എന്ത് വിമർശിച്ചാലും, എന്ത് കുറ്റം പറഞ്ഞാലും, എന്തൊരു കൊള്ളരുതായ്മ കാണിച്ചാലും ഇവർക്ക് ദൈവഭയമില്ല.
അപ്പോൾ ഒഴിച്ചു നിർത്തേണ്ട വിശ്വാസികളുടെ ഒഴിച്ചു നിർത്തേണ്ട കൂട്ടരുടെ ഒന്നാമത്തെ ഉപമ യൂദാസ് ശ്ലീഹ ഇവിടെ പറയുകയാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവഭയമില്ലാത്തവരെ ഒഴിച്ചു നിർത്തണം. ദൈവജനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആത്മീയരുടെ ഇടയിൽ ദൈവഭയമില്ലാത്തവരെ മാറ്റി നിർത്തണം. അവർ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ് എന്ന് പറയുകയാണ്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഉപമ ഇങ്ങനെയാണ് പറയുന്നത്. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഈ മേഘത്തെ ഒരു മനുഷ്യൻ കാണുവാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നല്ല വരൾച്ച വരുന്ന സമയത്ത് മനുഷ്യന് ആകാശത്ത് മേഘം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഭൂമി വരണ്ടുണങ്ങി വയലുകൾ വിണ്ടുകീറിക്കിടക്കുമ്പോൾ ആകാശത്തിങ്ങനെ മേഘം നിറഞ്ഞാൽ മനുഷ്യന് എന്തൊരു സന്തോഷമാണ്. ഏലിയാവിൻ്റെയൊക്കെ കാലത്ത് മേഘം വന്ന് ആകാശത്തെ മൂടുമ്പോഴുള്ള സന്തോഷം നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ തന്നെ കടുത്ത ചൂടുകാലത്ത്, വരൾച്ച കാലത്ത് ആകാശത്തൊരു മേഘം വന്നു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഹോപ്പൊക്കെ തരും വരുമ്പോൾ. ഇന്ന് നിങ്ങൾക്ക് വിടുതലാണ്, ഇന്ന് അനുഗ്രഹമാണ്. പക്ഷേ മേഘം മാത്രമേ ഉള്ളായിരുന്നു, അകത്ത് വെള്ളമില്ലായിരുന്നു. ഭയങ്കര ഹോപ്പ് തന്നു, പക്ഷെ അകത്തൊന്നുമില്ല. യൂദാസ് ശ്ലീഹ പറയാം, അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളണം. ഇനി കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘമെന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു ഭാഗം ഞാൻ പറയാം. കാറ്റും വെള്ളവും പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് സ്ഥലമാണ്. കാറ്റും വെള്ളവും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റുണ്ട്, ഒരു വരവുണ്ട്. പക്ഷെ അകത്ത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ജീവജലത്തിൻ്റെ ഉറവ് ആ നനവില്ല. ഭയങ്കര പ്രകടനമൊക്കെ ഉണ്ട്, പക്ഷെ വിടുതലില്ല. ഇപ്പോൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. കണ്ടക്ഷോഭമുണ്ട്, പക്ഷെ ദൈവപ്രവർത്തിയില്ല. അതാണ് കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഭയങ്കര പണ്ടൊരു പാസ്റ്ററിൻ്റെ അടുക്കൽ പറഞ്ഞു, നമ്മുടെ സഭകളുടെ അവസ്ഥ ഇങ്ങനെ ആകരുത് എന്ന് പറഞ്ഞ്. വലിയൊരു ഹോട്ടൽ, വലിയൊരു ബോർഡ്, അതിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര കോണ്ടിനെൻ്റൽ, അറേബ്യൻ, ചൈനീസ് ബോർഡുകളും നല്ല ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ ചിത്രങ്ങളും ഒക്കെ വെച്ചിരിക്കുകയാണ്. ബിരിയാണി, തന്തൂരി, ഇതിൻ്റെ എല്ലാം പടങ്ങൾ, നൂഡിൽസിൻ്റെയൊക്കെ പടങ്ങൾ വെച്ചിരിക്കുക. പടം കണ്ട് ബോർഡ് കണ്ട് ആൾ വണ്ടി ചവിട്ടി നിർത്തി. അകത്ത് കയറിയപ്പോൾ പരിപ്പുവടയും ബോണ്ടയും. ഇതാണ് കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ബോർഡ് കണ്ടാൽ ഭയങ്കരമാണ്, സെറ്റപ്പ് കണ്ടാൽ ഭയങ്കര, പക്ഷെ അകത്തു കയറിയ വെള്ളമില്ല. പ്രസംഗം വിടുതലിനെ കുറിച്ചും ഉണർവിനെ കുറിച്ചും ഒക്കെ, പക്ഷെ വരുന്ന ജനത്തിന് ഉണർവും വിടുതലും ലഭിക്കുന്നില്ല. അകത്ത് വെള്ളം വേണം. അപ്പോൾ വെള്ളമില്ലാത്ത മേഘങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. യൂദാസ് ശ്ലീഹ പറയുകയാണ്, വെള്ളമില്ലാത്ത മേഘങ്ങളെ സൂക്ഷിക്കണം. അവ കാറ്റുകൊണ്ടോടും, അവ പ്രതീക്ഷ നൽകും, പക്ഷെ പ്രതിഫലം തരത്തില്ല. അവ സ്വപ്നങ്ങൾ നൽകും, പക്ഷേ സ്വപ്ന സാഫല്യം ഉണ്ടാകത്തില്ല. അവ വാഗ്ദത്തങ്ങളെ തരും, പക്ഷെ നിവർത്തീകരണം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുകയാണ്. ദുരുപദേശത്തിൻ്റെ ഒരു ആഘാതമാണ് സ്വപ്നങ്ങൾ തരും, പക്ഷേ സ്വപ്ന സാക്ഷാത്കാരം തരികയില്ല. ഞാനതിനകത്തുനിന്ന് ഒരു കാര്യം പറയുകയാണ്. സൂപ്പർ നാച്ചുറൽ പ്രോസ്പെറിറ്റി, ഫിനാൻഷ്യൽ വിടുതൽ, ഇതൊക്കെ ഭയങ്കരമായി പറഞ്ഞു വന്ന് മനുഷ്യനെ നാളെ നിന്നെ ആനയാക്കാം, നാളെ നിന്നെ കുതിരയെ കയറ്റാം, നാളെ നിന്നെ ലോട്ടറി അടിപ്പിക്കാം എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി ആത്മീയ വഞ്ചന നടത്തും. നീ ദൈവത്തിനു വേണ്ടി കൊടുത്താൽ, നീ ദൈവത്തിനു വേണ്ടി ഇട്ടാൽ ദൈവം നിനക്ക് 100 മടങ്ങ് നൽകും. നീ ഒന്ന് ഇട്ടു നോക്ക്, നിൻ്റെ പേഴ്സിലുള്ള ഏറ്റവും നല്ലതൊന്ന് ഇട്ടു നോക്ക്, അങ്ങനെ ഇട്ട് നല്ലവനായ സമ്പന്നനായവനാ ഞാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മോഹവലയത്തിനകത്ത് കാറ്റിനാൽ ഈ മേഘം ഇങ്ങനെ കയറി വരുമ്പോൾ ഉള്ളതെല്ലാം കൂടെ താലിയും പറിച്ച് ഇടും. പക്ഷേ മേഘത്തിൽ നിന്ന് വെള്ളം കിട്ടിയോ, മഴ കിട്ടിയോ? ഇല്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പുതുതായി കടന്നു വരുന്നതാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ കൊടുത്താൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു രക്ഷകനായിരിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത്. നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു തരുന്ന ഒരു ദൈവമല്ല
ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും തരുമെന്ന. നിങ്ങൾ കൊടുത്തു ദൈവത്തിൽ നിന്ന് മേടിക്കാനല്ല പുതിയ നിയമം പറയുന്നത്. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക, ആ യേശുവിനോടുകൂടെ നിങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന്. കൊടുത്തു മേടിക്കാൻ പറയുന്നതല്ല ക്രിസ്ത്യാനിറ്റി. യേശുവിനെ സ്വീകരിക്കുക, യേശുവിൽ കൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ കൊടുത്താൽ കിട്ടുന്നതാണ് പെന്തക്കോസ്റ്റ്, കൊടുത്താൽ കിട്ടുന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. കൊടുക്കാതെ മേടിക്കുന്ന കൃപാദാനമാണ്, ഗിഫ്റ്റ്സാണ് ക്രിസ്ത്യാനിറ്റിയിലെ സകല അനുഗ്രഹങ്ങളും. നിങ്ങൾക്ക് ദൈവം നന്മകൾ നൽകി അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ദൈവവേലയ്ക്ക് നിങ്ങളിലേക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് ചുമൽ കൊടുക്കുന്നത് നിങ്ങളുടെ ദൗത്യം. പക്ഷേ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തിന് കൊടുക്കരുത്. അത് ഉത്സവപ്പറമ്പുകളിലെ മുച്ചീട്ടുകളി അല്ല ക്രിസ്ത്യാനിത്വം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറാം. 1, സ്നേഹസദ്യകളിൽ മറഞ്ഞ പാറകൾ. 2, കാറ്റുകൊണ്ട് ഓടുന്ന മേഘങ്ങൾ പക്ഷേ വെള്ളമില്ല. ഹോപ്പ് ഗിവിങ് ബട്ട് നോ റിസൾട്ട്. 3-ാമത്തെ ഉപമ ഇതാണ് പറയുന്നത്. 2 ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. 2 ചത്തു വേരറ്റുപോയ വൃക്ഷങ്ങൾ. അതിനു മുമ്പേ പറയാണ്, ഇലകൾ കൊഴിഞ്ഞു ഫലങ്ങൾ ഇല്ല. ഇലകൾ കൊഴിഞ്ഞു ഫലങ്ങളില്ല. 2 ചത്തു വേരറ്റു എന്ന് പറഞ്ഞാൽ ഇല കൊഴിഞ്ഞാൽ തണലില്ല, പക്ഷികൾക്ക് പോലും പ്രയോജനമില്ല, ഫലമില്ല. 2 ചത്തു, തടി കൊള്ളത്തില്ല, വേരറ്റു. ഏത് സമയവും ഇത് വീണ് നാശമുണ്ടാക്കാം. ഞാനതിനകത്ത് ഒറ്റ ഭാഗം മാത്രം പറയാം. ഫലമില്ലാത്ത വൃക്ഷങ്ങൾ. ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? അവൻ്റെ അകത്ത് ഫലമുണ്ടോ എന്ന്. ഫലമുണ്ടതാണോ അവൻ നല്ല വൃക്ഷമാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളല്ല, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആ പറയുന്ന ഫലത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും ഒരു മനുഷ്യൻ പുറപ്പെടുവിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആ ഫ്രൂട്ട് ബെയർ ചെയ്യാത്ത, ആ ഫലം പുറപ്പെടുവിക്കാത്ത ഓരോ മനുഷ്യനും 2 ചത്തതും വേരറ്റതും ഫലമില്ലാത്തതുമായ വൃക്ഷമാണ്. അപ്പോൾ ഫലമില്ലാത്ത വൃക്ഷത്തെ, സ്നേഹമില്ലാത്ത വൃക്ഷത്തെ, സന്തോഷമില്ലാത്ത വൃക്ഷത്തെ, സമാധാനമില്ലാത്ത വൃക്ഷത്തെ, ദീർഘക്ഷമയില്ലാത്ത വൃക്ഷത്തെ, ഇന്ദ്രിയജയമില്ലാത്ത വൃക്ഷത്തെ, പരോപകാരമില്ലാത്ത വൃക്ഷത്തെ, ദൈവകൃപയില്ലാത്ത ഈ ദൈവിക സ്വഭാവങ്ങളില്ലാത്ത വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നോണം. എപ്പോഴാ കാറ്റടിക്കുമ്പോൾ മരം വീഴുന്നതെന്നറിയത്തില്ല, വലിയ ദോഷങ്ങളുണ്ടാക്കും. ഫലമില്ലാത്ത വൃക്ഷത്തിൻ്റെ വേര് പോയതാ, ഏതെങ്കിലും ഒരു കാറ്റ് സാധനം മറിഞ്ഞ് താഴെ വീഴും. നിങ്ങളതിൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ മണ്ടയ്ക്ക് വീഴും. ആകയാൽ 3-ാമത്തെ ഉപമ എന്ന് പറയുന്നത് ഫലമില്ലാത്ത വൃക്ഷമാണ്. 4-ാമത്തെ ഉപമയെ നാം ശ്രദ്ധിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ പറയുകയാണ്, നാണക്കേട് നുരച്ച് തള്ളുന്നതായ കൊടിയ കടൽ തിരകൾ എന്ന് പറയുകയാണ്. ഇത് യൂദാ ശ്ലീഹ പഴയ നിയമത്തിൽ ഒരു വാക്യം കൂടെ കോട്ട് ചെയ്താണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 57:20, ദുഷ്ടന്മാർ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. അപ്പോൾ ഇവർ തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ഈ കടൽ തിരകൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഈ കടൽ തിര പുറത്തു നിന്നാണോ വരുന്നത്? അല്ല, അകത്തുനിന്ന് തന്നെ. അകത്തുനിന്ന് മനുഷ്യനെ അശുദ്ധമാക്കുന്ന കടൽ തിരകൾ. ഇതവരുടെ വാക്കുകളെയാണ് യൂദാ ശ്ലീഹ ഓർപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, കടൽ തിര പോലെയുള്ള വർത്തമാനം പറയുന്നവരെ, അലറി വർത്തമാനം പറഞ്ഞ് വേണ്ടാധീനം പറയുന്ന കടൽ തിരയുടെ നാവുകളുള്ളവരെ അകറ്റി നിർത്തണം. സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുന്ന, കുടുംബങ്ങൾക്കകത്ത് നുഴഞ്ഞു കയറുവാൻ സാധ്യതയുള്ളവരെ അവിടെ യൂദാ ശ്ലീഹ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, മാറ്റി നിർത്തിക്കൊള്ളണം. അവർ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകളാണ്.
കടൽത്തിര ഇങ്ങനെ വരും, അതിൻ്റെ വായ്ക്കകത്ത് പെട്ടുപോയാൽ എന്തോ ചെയ്യും? അത് വലിച്ച കടലിനകത്ത് കൊണ്ടുപോകും. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറി 5-ാമത്തെ ഉപമയെക്കുറിച്ച് പറയാം. 5-ാമത്തെ ഉപമ ഇങ്ങനെയാണ് പറയുന്നത്: സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുകയാണ്. വാണ്ടറിങ് സ്റ്റാർസ്. വാണ്ടറിങ് സ്റ്റാർസ്. എന്താണ് ഈ വാണ്ടറിങ് സ്റ്റാർസ്? ഇത് യൂദാസ്ലീഹയുടെ അറിവിൻ്റെ അഗാധത നോക്കിക്കൊള്ളണം. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മനുഷ്യൻ എഴുതുന്നത്. ഇദ്ദേഹം ഈ പറയുന്നത് മീറ്ററോയിഡ്സ് അല്ലെങ്കിൽ ആസ്റ്ററോയിഡ്സിനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത്. വാണ്ടറിങ് സ്റ്റാർസ്. ഇന്ന് ശാസ്ത്രലോകത്തിന് വളരെ നന്നായിട്ടറിയാം മീറ്ററോയിഡ്സും ആസ്റ്ററോയിഡ്സും അതിൻ്റെ പ്രത്യാഘാതങ്ങളും നന്നായിട്ട് അറിയാം. എൻ്റെ സഹോദരങ്ങളെ, സോളാർ സിസ്റ്റത്തിനകത്ത് കറങ്ങുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്, ഓർബിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഈ മീറ്ററോയിഡ്സ്, ആസ്ട്രോയിഡ്സ്. അതാണ് ഈ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, വാണ്ടറിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു അലൈൻമെൻ്റ് ഇല്ലാതെ കിടന്ന് കറങ്ങുകയാണ്. ഭൂമി എത്രയോ വർഷങ്ങളായി കറങ്ങുന്നു, ഇപ്പോഴും അതിൻ്റെ കറക്റ്റ് ഡിഗ്രിയിൽ, കറക്റ്റ് സ്പീഡിൽ, കറക്റ്റ് റൂട്ടിലാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. സൂര്യൻ എത്രയോ വർഷമായിട്ട് നിന്നിടത്ത് തന്നെ നിൽക്കുന്നത്. അത് ഇതുവരെ സൂര്യൻ അരമണിക്കൂർ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചന്ദ്രൻ ഇന്നെന്നാ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭൂമി ഇന്ന് എന്നും മുമ്പോട്ടല്ലേ പോകുന്നത്, ഇന്നൊരു 2 മീറ്റർ പുറമോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നും ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക, ഇന്നൊന്ന് നേരെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 1 ഇഞ്ച് ഭൂമി മാറിയിട്ടില്ല. They all are in the God destined alignment. ദൈവം നിശ്ചയിച്ച അലൈൻമെൻറ്റിനകത്താണ് ഇവർ മുഴുവനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെ ചില മീറ്ററോയിഡ്സും ആസ്ട്രോയിഡ്സും ഉണ്ട്. ഇതിലെ കള്ളുകുടിയന്മാർ പോകുന്നത് പോലെ നമ്മുടെ ഈ ചില പിള്ളേർ ട്രാഫിക്കിനകത്തൂടെ ബൈക്ക് ടൂന്ന് പോകുന്നത് പോലെ ഈ മീറ്ററോയിഡ്സും ആസ്ട്രോയിഡ്സും ഈ സോളാർ സിസ്റ്റത്തിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങും. അത് എവിടെയെങ്കിലുമൊക്കെ ചെന്നിടിക്കും. ഭൂമിയും ഇന്ന് ഭീതിയിലാണ്. എപ്പോഴാണ് ഭൂമിയിലേക്ക് ഇതുപോലത്തെ ഏതെങ്കിലും വന്ന് ഇടിക്കുന്നതെന്ന്. ചെറിയ ഗ്രഹങ്ങളെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, അദ്ദേഹം യൂദാസ്ലീഹ പറയാൻ ഇത്രമേ ഉദ്ദേശിച്ചുള്ളൂ. നിൽക്കേണ്ടിയിടത്ത് നിൽക്കാതെ, പോകേണ്ട വിധത്തിൽ പോകാതെ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ കിറുങ്ങി 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 നടക്കുന്നവർ. ദൈവസഭയ്ക്കകത്തായിരുന്നാലും നിൽക്കേണ്ടിയിടത്ത് നിൽക്കത്തില്ല, കുടുംബത്തിനകത്തായിരുന്നാലും പോകേണ്ട റൂട്ടിൽ പോകത്തില്ല, ലക്കും ലെവലും ഇല്ലാതെ നടക്കുന്നവർ. യൂദാസ്ലീഹ 5 ഉപമകളെ പറഞ്ഞിട്ട് പറയുക, ഇങ്ങനെയുള്ളവരെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, കാറ്റുകൊണ്ടിങ്ങ് വരും, പക്ഷെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ പ്രയോജനമില്ലാത്ത മേഘങ്ങൾ, ഫലമൊന്നുമില്ലാതെ ചുമ്മാതെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ, നാണക്കേട് നൽകുന്ന കടൽ തിരകൾ. 5 ദിക്കും ബോധവും ഇല്ലാതെ അലഞ്ഞു തിരിയുന്നതായിട്ടുള്ള നക്ഷത്രങ്ങൾ. ഈ 5 കൂട്ടരെ മാറ്റി നിർത്തുവാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ 5 ഉപമകൾ, യൂദാസ്ലീഹ പറഞ്ഞ 5 ഉപമകൾ എടുത്തു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നു കാണും. ബി അലേർട്ടഡ്. അവരെ മാറ്റി നിർത്തണം. നിങ്ങളുടെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ സുരക്ഷിതത്വത്തിന്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം കൃപ തരും. ഗോഡ് ബ്ലെസ് യു.